ഇന്നൊരു അടിപൊളി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ വെതർ ഫോർകാസ്റ്റ് പറഞ്ഞു വേണ്ട മക്കളെ ഇന്ന് ഫുൾ മഴയാന്ന്. എന്നാൽ പിന്നെ വല്ല സിനിമയും കണ്ട് ചടഞ്ഞുകൂടി കിടക്കാന്നൊക്കെ ആദ്യം കരുതിയെങ്കിലും ഒരു അവധി ദിവസം വെറുതെ അങ്ങനെ കളയണ്ട, ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നായി പ്ലാൻ. അങ്ങനെ ആദ്യം നമ്മൾ വെസ്റ്റ്ഫീൽഡ് മോളിലേക്ക് എത്തി. നാട്ടിലെ നമ്മുടെ ലുലു പോലെയാട്ടോ ഇത്. ഇവിടെയാണ് ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിട്ട് നല്ല ഫെസ്റ്റീവ് വൈബ്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മയറിലൊന്ന് കയറണമല്ലോ. എല്ലാം ക്രിസ്മസ് തീമായിരുന്നേ. ഇഷ്ടപ്പെട്ട ഡ്രസ്സും എല്ലാം കിട്ടുമോ നോക്കി കുറച്ച് കറങ്ങിയെങ്കിലും ഒന്നുകിൽ കട്ടിയില്ലാത്ത ഫാബ്രിക്, അല്ലെങ്കിൽ ഭയങ്കര കഴുത്തിറക്കം. രണ്ടും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഒന്നും എടുത്തില്ല. ദെൻ നമ്മളൊരു വലിയ ക്രിസ്മസ് ട്രീ കണ്ടു. സോ അതിൻ്റെ കൂടെ ഒരു സെൽഫി നിർബന്ധമല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് മിൽക്ക് ടീ ഒക്കെ വാങ്ങി അതും കുടിച്ചുകൊണ്ട് ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട് കടകളൊക്കെ കണ്ട് കറങ്ങി നടക്കുന്നതും ഒരു രസമല്ലേ. അവിടെ നമ്മളൊരു ക്യൂട്ട് റെയിൻഡിയറിനെ കണ്ടു. എനിക്ക് തന്നെയാണ് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമാണ് കാണാൻ. അതിൻ്റെ സൈഡിലാണെങ്കിൽ കുറേ ക്രിസ്മസ് ആക്സസറീസും കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ക്രിസ്മസ് തീമായിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് അരവി എന്തൊക്കെയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതെന്തിനാ? പുറം ചൊറിയാനും തല ചൊറിയാനും. എനിക്ക് ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു വർഷത്തിലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ടൈം ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഈ നവംബർ ഡിസംബർ മാസങ്ങളാണ്. ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും. അവിടുന്ന് പിന്നെ നമ്മൾ ഇന്ത്യൻ കടയിലെ വീക്കെൻഡ് ബസാറിലേക്കാണ് കേട്ടോ വന്നത്. വലിയ ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങുവാണെങ്കിൽ ലാഭമാണ്. നമ്മൾ രണ്ടാൾ മാത്രം ആയതുകൊണ്ട് അരി മാത്രമേ ആ സെക്ഷനിൽ നിന്ന് എടുത്തുള്ളൂ. പിന്നെ ഫ്രോസൺ ഫുഡ്സൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് കോൾസിലേക്ക് പോയി. ആവശ്യമുള്ള വെജിറ്റബിൾസും പാലും തൈരും സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് രാത്രിയായി. നല്ല മഴയുണ്ട്. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.